എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കടലപ്പരിപ്പുലർത്താണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ പറ്റിയ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 250 ഗ്രാം അളവിലാണ് പരിപ്പെടുത്ത് വെച്ചിട്ടുള്ളത്. പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് കൂടെ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വെന്തുവരാൻ ആവശ്യമായ 1 കപ്പ് പരിപ്പിന് 2 കപ്പ് എന്നളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി വേണ്ടത് എരിവിന് ആവശ്യമായ പച്ചമുളകാണ്. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലർത്തിയെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മൺചട്ടിയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള മുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കടലപ്പരിപ്പുലർത്ത് ഇവിടെ റെഡിയാണ്. ഈ ഒരു പരിപ്പ് കറി നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.